കുട്ടി ചന്തക്ക് പോയ പോലെ വരിക എന്ന് പറയില്ലേ, അതുപോലൊരു കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത്. പുറത്താണെങ്കിൽ നല്ല തണുപ്പ്. ഈ തണുപ്പത്തും എങ്ങോട്ടാ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനാക്ക് ഒരു തോന്നൽ നൈസായിട്ട് വല്ല അൽഫാമോ ഷവർമയോ മന്തിയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചാലോ എന്ന് പറഞ്ഞ് കൂടെയുള്ള ഞങ്ങളെയും പുതിയ ഇറങ്ങിത്തിരിക്കുമ്പോ അറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ ഒരു യാത്രയാണ്. നാളത്തെ പോലെ പെട്രോളും ഇല്ല, വണ്ടി നിന്നു. നമ്മൾ എന്ത് ചെയ്യും? കൊച്ചിയില് വണ്ടി കഴിഞ്ഞ് എത്ര വട്ടം അപ്പൊക്കെ എന്താ ചെയ്തിരുന്നു? ഷാനയുടെ ജീവിത കഥകളും തള്ളും കേട്ട് നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെ കഥകളുണ്ടെന്ന് പറയാണ്ടല്ലേ. ഓ മൈ ഗോഡ്, ഷാനെല്ലാം സഹിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയാണ്. ആ വണ്ടി എടുക്കാൻ പോണത് നോക്കി വേണ്ടുമ്പോ ഞണ്ണാൻ പോയാ പോരല്ലോ, കയ്യില് തുട്ട് വേണ്ടേ. റിച്ച് ഗേൾ തുട്ടെടുക്കുന്നത് കണ്ട ഒരു അനിയത്തി ഉണ്ടായാൽ എന്തുമാത്രം ഉപകാരം ഉണ്ടാവും എന്നത് ഞാൻ ഇതിലൂടെ കാണിച്ചു തരാം. എന്തുമാത്രം തലകുത്തി മറിഞ്ഞാലും നമ്മൾ കുലുങ്ങേണ്ട ആവശ്യമില്ല, കാരണം എല്ലാ കാര്യങ്ങളും അവൾ നോക്കി. അച്ഛലിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ വക കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പഴഞ്ഞി റൗണ്ട് മുഴുവൻ ചുറ്റിയിട്ടും ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ ഒന്നും കിട്ടിയില്ല. ഞങ്ങളെ സമയത്തിന്റെ കുഴപ്പമാണോ ഞങ്ങൾ ഇറങ്ങിയ സമയത്തിന്റെ കുഴപ്പമാണോ എന്നറിയില്ല. ഇന്നത്തെ ഒരു കാര്യം, അന്ന് ഇലക്ഷന്റെ ദിവസമായിരുന്നു. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല, കടകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കണ്ട കടയിൽ നിന്ന് കുറച്ച് ലൈസും വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ പൂതി അങ്ങ് അമർത്തി. അങ്ങനെ പിന്നെയും ഷാനയുടെ തള്ളക്ക് കേട്ട് വീട്ടിൽ പോയി.